മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ദഅവത്തിന് വേണ്ടി പറഞ്ഞേക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഓ മുആദേ, നിങ്ങൾ തിരിച്ചു വരുമ്പോ എന്നെ കാണൂല കേട്ടോ, നിങ്ങൾ എന്റെ ഖബറിന്റെ സമീപത്ത് വരും. മുആദ് റളിയല്ലാഹു അൻഹു പൊട്ടി അങ്ങ് കരഞ്ഞു. ആ സമയത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് നമ്മളെ എല്ലാവരുടെ മനസ്സിലും എപ്പോഴും ഓർമ്മയിൽ വേണം. എന്താണ് അവിടുന്ന് പറയുന്നത്? ഞാനുമായി ഏറ്റവും അടുത്ത ആള് ആരാണ്? അതേ, ഞാനുമായി ഏറ്റവും അടുത്തവൻ ഏറ്റവും തഖ്വയുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കൽപ്പിച്ചതൊക്കെ എടുക്കുന്നവരാകണം, അല്ലാഹു വിരോധിച്ചത് ഒഴിക്കുന്നവരാകണം. തഖ്വയുടെ അടിസ്ഥാനം, തഖ്വയുടെ ഉത്ഭവ കേന്ദ്രം അത് മനുഷ്യന്റെ മനസ്സാണ്. അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത് തന്നെ എവിടെയാണ്? ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ നിന്ദിക്കൂല, ഇൻസൾട്ട് ആക്കൂല, പരിഹസിക്കൂല, ചീത്ത വിളിക്കൂല. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ കൈയൊഴിക്കൂല, വേറൊരു മുസ്ലിമിന്റെ അഭിമാനം പീച്ചി ചീന്തൂല. മറിച്ച് മുസ്ലിമിന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച് സഹോദരന്മാരായി വർത്തിക്കും. ഈ ഹദീസ് പറഞ്ഞുകൊണ്ടാണല്ലോ അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണെന്ന് പറയുന്നത്. അപ്പൊ മനസ്സിൽ അഹങ്കാരം പറ്റൂല, ഞാനൊരു വലിയവനാണെന്ന ചിന്ത പറ്റൂല, മറ്റുള്ളവര് നിന്ദ്യന്മാരാണെന്ന ആലോചന പറ്റൂല, അസൂയ പറ്റൂല, വൈരാഗ്യം പറ്റൂല, വിദ്വേഷം പറ്റൂല. നമ്മളെ എത്ര ചീത്ത പറഞ്ഞവനാണെങ്കിലും, എത്ര തന്നെ കല്ലെറിഞ്ഞവനാണെങ്കിലും, അതാ എല്ലാവരും ഒന്ന് നന്നായി കാണണം, എല്ലാവരും ഒന്ന് രക്ഷപ്പെടണം എന്ന ചിന്തയല്ലാതെ നമ്മുടെ ശരീരത്തിനൊരു മഹത്വം തോന്നുകയോ നമ്മളൊരു വലിയവനാണെന്ന തോന്നല് വരികയോ ചെയ്യരുത്. മറിച്ച് എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും നന്നാകണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഏറ്റവും അടുത്തവർ ഏറ്റവും തഖ്വയുള്ളവരാണ്. അതോടുകൂടെ കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം മുറിക്കുന്നവൻ അല്ലാഹു സ്വർഗം കൊടുക്കൂല. അറഫ ദിനം വരുന്നുണ്ട്. അറഫ ദിനം നമുക്കറിയാം, ദുൽഹജ്ജ് 9 അറഫ ദിനം. മക്കയിൽ അതാ അറഫ ദിനം വരുന്നത് അതാ വരുന്ന ചൊവ്വാഴ്ചയായിരിക്കും. നമ്മുടെ നാട്ടിലോ അത് 9-നായിരിക്കും. അപ്പോൾ ബിദ്അത്തുകാരൻ ചിലപ്പം വന്ന് സംശയം ഉണ്ടാക്കും, അറഫന്റെ നോമ്പെടുക്കണ്ടേ ചൊവ്വാഴ്ചല്ലേ, കാരണം മക്കയിലെ അറഫ അന്നല്ലേ. അങ്ങനെ ഒരുത്തൻ വന്നാൽ അവനോട് ചോദിക്കണം, ചെറുപ്പക്കാരെ, മക്കയിലെ സമയത്ത് ഇവിടെ നോമ്പെടുക്കാൻ കഴിയോ? അങ്ങനെയാണെങ്കിൽ അവന്റെ അത്താഴം കഴിക്കൽ നിർത്തേണ്ടത് രാവിലെ 8:30 മണിക്കാണ്. കാരണം അപ്പോഴേ അവിടെ സുബഹിയാകൂ. അതുപോലെ ഞാൻ ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ അത് ക്ലിപ്പാക്കണ്ട ഓ സുഹൃത്തുക്കളെ. അതുപോലെ നോമ്പ് തുറക്കേണ്ടത് രാത്രി ചിലപ്പോ 9 മണിക്കായിരിക്കും. കാരണം അപ്പോഴേ അവിടെ മഗ്രിബാവൂ. അപ്പൊ മക്കയിലെ സമയം നോക്കിയാണോ ഇവിടെ നോമ്പെടുക്കേണ്ടത്? മക്കയിലെ സമയം നോക്കിയാണോ ഇവിടെ ജുമ നിസ്കരിക്കേണ്ടത്, സുബഹി നിസ്കരിക്കേണ്ടത്? ഈ വിവരമില്ലാത്ത ബിദ്അത്തുകാരൻ വന്ന് നമ്മുടെ ദുൽഹജ്ജ് 9 നോമ്പ്, അറഫ നോമ്പ് കല്ലത്താക്കാൻ വരുമ്പോൾ അവന് നല്ല മറുപടി കൊടുക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾ, യുവാക്കൾ വളരണം. ഞാൻ ഒന്നുകൂടി പറയട്ടെ, അവനെ പറഞ്ഞതനുസരിച്ച് അമേരിക്കക്കാരൻ രാത്രി നോമ്പെടുക്കേണ്ടി വരും. കാരണം മക്കയിൽ പകലാകുമ്പോ അമേരിക്കയിൽ രാത്രിയായിരിക്കും. ആ സമയത്താണോ അമേരിക്കക്കാരൻ നോമ്പെടുക്കേണ്ടത് എന്ന് ചോദിക്കാൻ
നോക്കാനുള്ള ബുദ്ധിയും വിവരവും നമുക്കുണ്ടാകണം. ഓ സുഹൃത്തുക്കളെ, എന്നാൽ ഒന്നുകൂടി പറയട്ടെ, ഈ വരുന്ന ചൊവ്വാഴ്ച ദിവസം നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് കേട്ടോ. കാരണം അത് യൗമുത്തർവിയത്താണ്. ദുൽഹജ്ജ് 8-നും നോമ്പ് സുന്നത്തുണ്ട്, ദുൽഹജ്ജ് 9-നും നോമ്പ് സുന്നത്തുണ്ട്. ദുൽഹജ്ജ് 9-ന്റെ നോമ്പ് അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഒരു കൊല്ലത്തെ ദോഷവും വരുന്ന ഒരു കൊല്ലത്തെ ദോഷവും പൊറുക്കാൻ മാത്രം പര്യാപ്തമാണെന്ന് നമ്മെ പഠിപ്പിച്ചത്. ആ മഹത്തായ നോമ്പുകൾ അനുഷ്ഠിക്കാൻ നമുക്ക് റബ്ബ് തൗഫീഖ് നൽകട്ടെ. ദുൽഹജ്ജ് മാസം അതൊരു വല്ലാത്ത പുണ്യമാസമാണ്. വൽ ഫജ്രി വലയാലിൻ അശർ. മഹാനായ ടി ഉസ്താദിന്റെ വിയോഗം ഈ ദുൽഹജ്ജ് 7-നാണല്ലോ സുഹൃത്തുക്കളെ. വൽ ഫജ്രി വലയാലിൻ അശർ, 7 ദിവസം ഞാൻ ആ സൂറത്ത് നാദാപുരത്ത് വെച്ച് ഒരു വർഷം മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ കിട്ടും. അവിടെ ഞാൻ വിശദമായി അതിന്റെ തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. വലയാലിൻ അശർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അത് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 രാത്രികളാണ്. അതുപോലെ ദുൽഹജ്ജ് 10 മുതൽ അങ്ങോട്ടുള്ള രാവുകൾ അതും വലിയ മഹത്വമുള്ള ദിനങ്ങളാണ്. അതേ സുഹൃത്തുക്കളെ, ഈ ദുൽഹജ്ജ് മാസം മൊത്തത്തിൽ തന്നെ യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന പവിത്ര മാസങ്ങളിലൊന്നാണ്. ആ പവിത്ര മാസങ്ങളിൽ നോമ്പിന് പ്രത്യേകം പുണ്യമുണ്ട്. ദുൽഹജ്ജ് 10, 11, 12, 13 ആ 4 ദിവസം നോമ്പ് ഹറാമാണ്. കാരണം അത് നമ്മുടെ ആഘോഷ ദിവസങ്ങളാണ്, പെരുന്നാൾ ദിനങ്ങളാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ അനുസ്മരിക്കുകയാണ് 2-3 മഹാന്മാരെ. ആരാണത്? ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വഅൻത ഹില്ലും ബിഹാദൽ ബലദി വവാലിദിൻ വമാ വലദ്. ഖുർആനിൽ അല്ലാഹു തആല അതാ വാലിദ് ബാപ്പ എന്ന് പ്രയോഗിച്ചില്ലേ? അതിന്റെ തഫ്സീറിൽ ആദം നബിയെ കാണാം, അതിന്റെ തഫ്സീറിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും നബി തങ്ങളെ ഉപ്പാപ്പമാരാണ്. ആ ഉപ്പാപ്പമാരെ പ്രത്യേകം അനുസ്മരിക്കുന്ന ദിനങ്ങളാണ്. അവരെ അനുസ്മരിക്കാതെ ഒരു മുസ്ലിമിന് ഉദ്ഹിയ്യത്ത് അറുത്ത് കൊടുക്കാൻ പറ്റുമോ? മരണപ്പെട്ടവരെ ഓർമ്മിച്ചുകൊണ്ട് മാംസം കൊടുത്തൂടാ, അതേ കുട്ടനാർത്തൂടാ എന്ന് പറയുന്നവൻ ആലോചിക്കണം അവന്റെ ഉദ്ഹിയ്യത്ത് എങ്ങനെ ശരിയാകും. ആ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് തന്നെ 2 മഹാന്മാരെ പ്രത്യേകം അനുസ്മരിച്ചല്ലേ. ഒട്ടകം ജീവനോടെ കൊടുത്ത ഉദ്ഹിയ്യത്താകൂല, കുട്ടനെയോ ആട്ടിനെയോ ജീവനോടെ കൊടുത്ത ഉദ്ഹിയ്യത്താകൂല. കാരണം അത് ഭക്ഷണമല്ല, അത് മൃഗമാണ്. ഭക്ഷണമാകണമെങ്കിൽ അത് അറുക്കണം, അറുത്താലേ ഭക്ഷണമാകൂ. അതേ, അറുത്താലത് ഭക്ഷണമാണ്, ചത്താലത് നജസാണ്. അറുത്താലത് ഭക്ഷണമാണ്, അറുത്തില്ലെങ്കിൽ അതൊരു താഹിറായ ജീവിയാണ്. ആ ജീവിയെ അറുത്ത് ഭക്ഷണമാക്കി കൊടുക്കണം. ഭക്ഷണം പാകം ചെയ്യണമെന്നില്ല, പാകം ചെയ്ത് കൊടുക്കൽ നല്ലത് അഖീഖത്തിന്റെ മാംസമാണ്. ഉദ്ഹിയ്യത്തിന്റെ മാംസത്തിന് അത് ആവശ്യമില്ല. ആ ഉദ്ഹിയ്യത്ത് ലോകം മുഴുക്കെ അറുത്ത് മുസ്ലിമീങ്ങൾ കൊടുക്കുമ്പോ ഈ 2 മഹാന്മാരെ അനുസ്മരിക്കപ്പെടുകയല്ലേ. ആ വലിയ പുണ്യമുള്ള ദിനങ്ങൾ, ആ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു തആല അതിന്റെ ബറക്കത്തുകളൊക്കെ നമുക്ക് നൽകട്ടെ. നമുക്കും പലതവണ ജീവിതത്തിൽ ഹജ്ജും ഉംറയും സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ.